ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലിജീസ് വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളുടെ വീട്ടിലത്തെ കൊച്ചു കൊച്ചു വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഇന്ന് സൺഡേ ആണ്. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങളിതാ കുർബാനയ്ക്കായിട്ട് പോകണം. അപ്പോൾ ഇന്ന് ആവശ്യം നല്ല മഞ്ഞും തണുപ്പൊക്കെ ഉള്ള ഒരു ദിവസമാണ് കേട്ടോ. പിന്നെ ഒരുപാട് തണുപ്പൊന്നും പറയാനില്ല, എങ്കിലും ഒരുവിധം തണുപ്പൊക്കെ ഉണ്ട്. ഞങ്ങൾ സ്വെറ്ററും ഷോളും സോക്സും ഒക്കെ ഇട്ടിട്ടൊക്കെയാണ് സ്കൂളിലേക്കും അതുപോലെ തന്നെ പള്ളിയിലേക്കും ഒക്കെ പോകുന്നത്. അപ്പോൾ കുർബാനയ്ക്കായിട്ട് പോകണം. അപ്പോൾ കുർബാന കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങൾ പറയാം. അപ്പോൾ ഞങ്ങൾ കുർബാനയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇന്ന് ഞങ്ങൾക്ക് ബ്രെഡ് സാൻഡ്വിച്ച് ആയിരുന്നു കേട്ടോ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ അതുകൊണ്ട് ആ പണിയൊക്കെ കഴിഞ്ഞു. ഇനി നിങ്ങളെ ഞങ്ങൾക്ക് കിട്ടിയ ക്രിസ്മസ് ഗിഫ്റ്റ് കാണിക്കാം. ഞങ്ങൾക്ക് ഫാമിലി വൈസ് കിട്ടിയിരുന്ന ഗിഫ്റ്റ്, ഞങ്ങൾക്ക് കൊടുക്കാനുണ്ടായിരുന്ന ഗിഫ്റ്റ് ഞങ്ങൾ ബോംബെയിൽ പോകുന്നതിന് മുൻപ് കൊടുത്തിട്ടാണ് പോയത്. ഞങ്ങൾക്ക് കിട്ടാനുള്ളത് ഞങ്ങൾ ബോംബെയിലൊക്കെ പോയി വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കൂടെ വീട്ടിൽ കൊണ്ടുവന്ന് തര ചെയ്ത് ഞങ്ങളുടെ ക്രിസ്മസ് ഫ്രണ്ട്. അപ്പോൾ ഇതാ ഡബിൾ ബെഡ്ഷീറ്റാണ് ഉണ്ടോ, ഇത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ. അപ്പോൾ ഒരു ഐഡിയ ഞങ്ങൾക്ക് കിട്ടിയായിരുന്നു. അപ്പോൾ നിങ്ങളെ കാണിക്കുന്നുണ്ടോ, ഞങ്ങൾ ഓൾറെഡി ഇങ്ങനെ കണ്ടു, അൺബോക്സ് ഒക്കെ ചെയ്തു കണ്ടു. അപ്പോൾ ഇവിടെ പില്ലോ കവറും ഇവിടെ ബെഡ്ഷീറ്റുമായിട്ടാണ്. ഞങ്ങൾ പൊട്ടിച്ചിട്ടൊന്നുമില്ല, ജസ്റ്റ് കിട്ടി അങ്ങനെ തന്നെ വെച്ചു. ഇങ്ങനെ കണ്ടു എന്നല്ലാതെ ഞങ്ങൾ എടുത്തൊന്നുമില്ല. ഇതാണ് നമ്മുടെ പില്ലോ കവർ. ഇങ്ങനത്തെ 2 പില്ലോ കവർ, ആവശ്യം നല്ല വലിയ സൈസ് ഡബിൾ ബെഡ്ഷീറ്റാണ് കേട്ടോ. പിന്നെ ഇതിനകത്ത് ബെഡ്ഷീറ്റ് ഉണ്ട്. ജമ്മു ഇത് ഭയങ്കര സെറ്റപ്പാണ്. കാർഡ്ബോർഡിന്റെ കഷ്ണങ്ങൾ അങ്ങനെ നല്ല വലിയ വലിയ പീസുകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നല്ല സൂപ്പർ ബെഡ്ഷീറ്റ്, സൂപ്പർ അല്ലേ, ഇഷ്ടമായോ? അപ്പോൾ നമുക്ക് എന്തായാലും ഗിഫ്റ്റ് കിട്ടിയതാണ്, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ഡബിൾ ബെഡ്ഷീറ്റും പില്ലോ കവറും 2 പില്ലോ കവറുമായിട്ട് ഫുൾ ഞാൻ തുറന്നിട്ടില്ല. അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടിയല്ലോ. ഇതിവിടെ ഒരുവിധം നല്ല തണുപ്പാണ്. ഇപ്പോൾ ഇന്ന് കാലാവസ്ഥ ഇന്നലെ വരെ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. ഇന്ന് നല്ലപോലെ ഒരു മൂടലും പിന്നെ തണുപ്പും കൂടിയിട്ടുണ്ടെന്ന് ഭയങ്കര ഒരു മൂടലൊക്കെയാണ് പുറത്ത്. പിന്നെ ബോംബെ പോയി വന്നതോടുകൂടി ഭയങ്കര ചുമ പിടിച്ചു. എനിക്ക് ചുമയും ജലദോഷമൊക്കെ. ചുമ എന്ന് പറഞ്ഞാൽ രക്ഷയില്ല, അങ്ങനത്തെ ചുമയായിരുന്നു. ജലദോഷവും സ്വരമില്ലായും അങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ ശരിക്കും പറഞ്ഞൊരു 3-4 ദിവസം ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയായിരുന്നു. പിന്നെ ഡോക്ടറെയൊക്കെ പോയി കണ്ട് മരുന്നൊക്കെ എടുത്തതിന് ശേഷമാണ് ഒന്ന് ഓക്കെ ആയത്. എന്നാലും തൊണ്ടയിലൊക്കെ ഇപ്പോഴും ഒരു പിടുത്തമുണ്ട്. ഓക്കെ ആയി ഇങ്ങോട്ട് വരുന്നുള്ളൂ. യാത്രയുടെയാണോ തണുപ്പിൻ്റെയാണോ കാലാവസ്ഥ മാറിയതിൻ്റെയാണോ, ഇവിടെ ഒരു കാലാവസ്ഥ അവിടെ ഒരു കാലാവസ്ഥ, എന്തിൻ്റെ ഒന്നും അറിയില്ല. എന്തായാലും അങ്ങനെ അതിൽ നിന്നൊക്കെ ഒന്ന് രക്ഷപ്പെട്ടു വരുന്നുള്ളൂ. അഞ്ജുവിന് കാറ്റിസം ക്ലാസ് ഉണ്ടായതുകൊണ്ട് അഞ്ജു ഇപ്പോഴും പള്ളിയിൽ തന്നെയാണ് എത്തിയിട്ടില്ല. ഞങ്ങൾ 2 പേരും എത്തിയിട്ടുള്ളൂ. ഇനി ഇന്നിപ്പോൾ ഒരു ഇത്തിരി കാര്യങ്ങളൊക്കെ ഒന്ന് പോയി ഷോപ്പിംഗ് ചെയ്യാനുണ്ട്. ഞങ്ങൾക്ക് ആകെ കിട്ടുന്നത് ഇങ്ങനെ ഇന്നിപ്പോൾ സൺഡേ ആണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ ദിവസങ്ങളിലൊക്കെ നമുക്ക് ടൈം കിട്ടുള്ളൂ. കാര്യം പറഞ്ഞാൽ ഈ ദിവസങ്ങളിലൊക്കെ ഞങ്ങൾക്ക് ഹോളിഡേ ആയിരുന്നു. ഹോളിഡേ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കല്ല കേട്ടോ, 8ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഇവിടുത്തെ തണുപ്പ് കാരണം. പക്ഷേ ടീച്ചേഴ്സിന് എന്നും പോകണം, ഡെയിലി പോകണം. ടീച്ചേഴ്സിന് ഹോളിഡേ ഒന്നുമില്ല. തണുപ്പ് കാരണം 8ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് അവധിയായിരുന്നു. 10th-നും 12th-നും ഒക്കെ പ്രീ ബോർഡ് എക്സാം നടന്നുകൊണ്ടിരിക്കുക. 9th-നും 11th-നും ക്ലാസ് നടന്നുകൊണ്ടിരിക്കുക. 8 വരെയുള്ളവർക്ക് ഹോളിഡേ. അപ്പോൾ ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചാണ് ഇവിടുത്തെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ. ചെറിയ കുട്ടികൾക്ക് 8ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് തൊണ്ടയ്ക്കുള്ള പിടുത്തം, ഭയങ്കര ബുദ്ധിമുട്ട് തൊണ്ടയ്ക്ക് ഇങ്ങനെ പറയാനൊക്കെ. അപ്പം അങ്ങനെ കാര്യങ്ങൾ ഇനി ഞങ്ങൾക്ക് മാർക്കറ്റിലൊന്ന് പോകണം. ചെറുതായിട്ട് ഇത്തിരി കാര്യങ്ങൾ കുറച്ചൊക്കെ ചെറുതായിട്ട് ഷോപ്പിംഗ് ചെയ്യാനുണ്ട്. ഒരുവിധ ഐറ്റംസൊക്കെ നമ്മൾ വാങ്ങിച്ചായിരുന്നു. നാൾ പോയിട്ട് ഒരു 2-3 ദിവസം മുമ്പ് പോയി വാങ്ങി. അപ്പോൾ ഇനി ബാക്കി എന്തെങ്കിലുമൊക്കെ കുറവുള്ള കാര്യങ്ങളൊക്കെ നോക്കി ഇന്ന് വാങ്ങിച്ചു വയ്ക്കണം. ഞങ്ങളങ്ങനെ മാർക്കറ്റിലൊക്കെ പോയി വന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്കിന്ന് മെയിനായിട്ട് വാങ്ങേണ്ട ഒരു ഐറ്റം എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞല്ലോ ഇവിടെ നല്ല തണുപ്പാണ്. പിന്നെ എനിക്ക് ചുമയൊക്കെ പിടിച്ചു വന്നു. അപ്പോൾ തണുത്ത വെള്ളത്തിൽ ജോലി ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നി. അപ്പോൾ ഒരു ഗീസർ വാങ്ങിക്കണം, കിച്ചണിലേക്ക് ഒരു വാട്ടർ ഹീറ്റർ വാങ്ങിക്കണം എന്ന് തോന്നിയിരുന്നു. അപ്പോൾ അങ്ങനെ കിച്ചണിലേക്ക് വേണ്ടിയുള്ള ഗീസർ ഇതാ വാങ്ങിച്ചിട്ട് വന്നിട്ട് 5 ലിറ്ററിൻ്റെ. അപ്പോൾ അത് ഫിറ്റ് ചെയ്യാനുള്ള ചേട്ടനോട് വരാൻ പറഞ്ഞു. അങ്ങനെ ചേട്ടൻ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് ഒരു കുറച്ച് ദിവസം മുമ്പത്തെ വീഡിയോ കേട്ടോ.
പിന്നെ ഞാൻ പറഞ്ഞല്ലോ വീഡിയോസ് എല്ലാം അങ്ങനെ സ്ലോ ആയിപ്പോയി, നമ്മുടെ ലാപ്ടോപ്പിന് ഇങ്ങനെ കംപ്ലൈൻ്റ് ഒക്കെ വന്നതിനെ കൊണ്ട് കുറച്ച് വൈകിയാണ് നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നത്. പിന്നെ ഞങ്ങൾ വാങ്ങിച്ചിരിക്കുന്ന ഗീസർ, കിച്ചണിലേക്ക് വേണ്ടിയുള്ള ഗീസർ എന്ന് പറയുന്നത് ഹാവൽസിൻ്റെയാണ്. അപ്പോൾ അങ്ങനെ ഗീസറൊക്കെ ഗീസർ ഫിറ്റ് ചെയ്യുന്ന ചേട്ടനൊക്കെ തിരിച്ചു പോയി. പിന്നെ പിറ്റേ ദിവസം നമ്മളെടുക്കുന്ന വീഡിയോ കേട്ടോ ഈ വീഡിയോ. അപ്പോൾ പിറ്റേ ദിവസം എന്താ പൈപ്പും ഫിറ്റ് ചെയ്യണം. നമ്മൾ ഗീസർ പിടിപ്പിക്കുമ്പോൾ ഒരു പൈപ്പിൽ നിന്ന് ചൂടുവെള്ളം, ഒരു പൈപ്പിൽ നിന്ന് തണുത്ത വെള്ളം വരുന്ന രീതിയിൽ അതിൻ്റെ പൈപ്പും പിടിപ്പിക്കണമായിരുന്നു. അപ്പോൾ അതിനുള്ള ചേട്ടന്മാരെയും വിളിച്ചു. അങ്ങനെ അവരും വന്ന് പിറ്റേ ദിവസം അതൊക്കെ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഫിറ്റ് ചെയ്യേണ്ട കാരണം നമുക്ക് ചുമരുമ ഉണ്ടായിരുന്ന റാക്ക് ഉണ്ടായിരുന്നു, ചുമരുമ ഫിറ്റ് ചെയ്തായിരുന്നു. അതൊക്കെ അവിടെ നിന്ന് പൊസിഷനൊക്കെ മാറ്റേണ്ടി വന്നു. ഇപ്പോൾ എന്തായാലും പൈപ്പൊക്കെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇപ്പോൾ പൈപ്പിൻ്റെ അവസ്ഥ. അപ്പോൾ അങ്ങനെ എന്തായാലും ഇപ്പോൾ നല്ല അടിപൊളിയായി. ചൂടുവെള്ളത്തിന് ചൂടുവെള്ളവും തണുത്ത വെള്ളത്തിന് തണുത്ത വെള്ളവും കിച്ചണിൽ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത് ഇത് ഓൺ ആക്കുന്ന സമയത്ത് ബ്ലൂ കളറിലുള്ള ഒരു ലൈറ്റ് കത്തും. പിന്നെ വെള്ളം പെട്ടെന്ന് ചൂടാവട്ടെ, ഒരു 2 മിനിറ്റ് കൊണ്ട് തന്നെ വെള്ളം ചൂടായി കിട്ടുന്നുണ്ട്. അപ്പോൾ വെള്ളം ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ അത് ഓറഞ്ച് കളറിലാവും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ സെറ്റിങ്സ്. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളിത് കുറേ നാളായി, കുറേ വർഷങ്ങളായി ഇങ്ങനെ ഇത് ഫിറ്റ് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ നടക്കാറില്ല. ഓരോ വർഷം വിചാരിക്കും ഇനി അടുത്ത വർഷം ഫിറ്റ് ചെയ്യുക, അടുത്ത വർഷം ഫിറ്റ് ചെയ്യാമെന്ന്. അപ്പോൾ അങ്ങനെ സമയമായത് ഇപ്പോഴാണ്. അപ്പോൾ എന്തായാലും ഫിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതങ്ങനെ ആശ്വാസമായി. പിന്നെ ഇതാ കിച്ചണിൽ ഞാൻ കോർണർ റാക്കൊക്കെ ഉണ്ടായിരുന്നത് ഇവിടെ നമുക്ക് ഗീസർ പിടിപ്പിക്കാൻ വന്ന ചേട്ടനെ കൊണ്ട് തന്നെ അത് ഈ കോർണറിലേക്ക് സെറ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ അതിങ്ങനെ കുറച്ച് മുകളിലേക്ക് ഇങ്ങനെ എടുത്ത് വെക്കുമ്പോൾ നമുക്ക് താഴെയൊക്കെ പ്ലേറ്റ് കാര്യങ്ങളൊക്കെ വെക്കാമല്ലോ, പാത്രങ്ങളോ എന്തെങ്കിലുമൊക്കെ വെക്കാമല്ലോ. അപ്പോൾ അതിനായിട്ട് അതിനെ കുറച്ച് ഹൈറ്റിൽ ഇങ്ങനെ മുകളിലേക്ക് കയറ്റി വെച്ചു. പിന്നെ ഇത് ഞാൻ ടിഫിൻ കാര്യങ്ങളെല്ലാം കഴുകിയൊക്കെ വെക്കാറുള്ള ഒരു റാക്കായിരുന്നു. അതിൻ്റെ സ്ഥലത്തായിട്ടാണ് ഇപ്പോൾ ഗീസർ പിടിപ്പിച്ചേക്കണത്. അപ്പോൾ അതിനെ അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് വേറെ സ്ഥലത്തേക്ക് വെക്കേണ്ടി വന്നു. ഒരു 5 കുർബാനയൊക്കെ കഴിഞ്ഞ് വന്നു രാവിലെ തന്നെ. അപ്പോൾ ഇവർ മുടങ്ങാതെ കുർബാനയ്ക്ക് പോകുന്നതുകൊണ്ട് അച്ഛൻ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. ഇവർക്ക് എല്ലാവർക്കും ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ ക്രിസ്മസിന് ഉണ്ടാവാത്തതുകൊണ്ട് ക്രിസ്മസൊക്കെ കഴിഞ്ഞതാണ്. ഇപ്പോൾ കുർബാനയ്ക്ക് വന്നപ്പോൾ അച്ഛൻ കുർബാനയ്ക്ക് കഴിഞ്ഞ് പോരാൻ നേരത്ത് എടുത്ത് കൊടുത്തേക്കുന്ന ഗിഫ്റ്റ് കേട്ടോ. എന്നിട്ടൊന്ന് പൊട്ടിച്ച് നോക്കാം. ആകാംക്ഷയോടെ ഗിഫ്റ്റ് പൊട്ടിക്കണം അഞ്ചു. അടിപൊളി, സൂപ്പർ. ബോക്സ് ചെയ്യാം. അടിപൊളി ഫ്രോക്ക് എന്ന് തോന്നുന്നു. അതെന്തെന്നാ നോക്കട്ടെ, തുറന്നേ. ഓ അടിപൊളി, സൂപ്പർ ഫ്രോക്ക്. ഇനി അതോ നോക്കി അതോടെ വെക്കി, ഉടുപ്പ് താഴെ വെക്കി. എന്നിട്ട് അതൊന്ന് എടുത്ത് ഓവർ കോട്ടോ അല്ല പാൻറ്റ്. ഓ സൂപ്പർ, നല്ല മാച്ചിങ് പാൻറ്റും ഉടുപ്പും. എങ്ങനെയാ, ഇഷ്ടമായോ? ഇതെന്തെന്നാ? ഓ ചുടിദാർ സെറ്റ് പോലെ അല്ലേ? ഓക്കെ. അടിപൊളി. ഞാൻ ആദ്യം എടുത്ത ഫ്രോക്ക് മാത്രമാണ്. ഫ്രോക്ക് സ്യൂട്ട് കേട്ടോ, ഫ്രോക്ക് സ്യൂട്ടാണ് ഇട്ടേക്കണേ. സൂപ്പർ, അടിപൊളി. താങ്ക് യു ഫാദർ. അടിപൊളി. അച്ഛന് താങ്ക് യു. അപ്പോൾ ഇനി ഞാൻ കിച്ചണിലേക്ക് കിടക്കട്ടെ. എനിക്ക് കിച്ചണിൽ ഒരുപാട് ജോലികൾ പെൻഡിങ് കിടക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുക കേട്ടോ. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോയുമായി കാണാം. ബൈ.